നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. പരാഗ്വെ ഫ്രാൻസ് കളി. ഫ്രാൻസ് ഒരു ഗോളിൽ ജയിച്ചു. പെനാൽറ്റിയിലാണ് ഒരു പെനാൽറ്റി കിട്ടി, അത് കിലിയൻ എംബാപ്പെ ഗോളടിച്ച് ജയിച്ചു. പക്ഷെ ആ കളി തീർത്തും അനാരോഗ്യകരമായ നിലയിലേക്ക് പോയിരുന്നു. അവസാനമൊക്കെ കളിയുടെ അവസാനം കളി കഴിഞ്ഞ് ഒക്കെ തീർത്തും ആവശ്യമില്ലാത്ത ഫിസിക്കലൊക്കെ ആയിട്ട് മാറിയിരുന്നു കളി. ആ കളിയുടെ അവസാനം ഫൈനൽ വിസിൽ മുഴങ്ങിയതിന് ശേഷം പരാഗ്വെയുടെ ഗോളി, അദ്ദേഹമായിരുന്നു പ്ലെയർ ഓഫ് ദി മാച്ച്, ഓർലാൻഡോ ഗിൽ എല്ലാം മറന്ന് കിലിയൻ എംബാപ്പയ്ക്ക് കൈ കൊടുക്കാൻ പോയി. എംബാപ്പെ ഗില്ലിനെ മൈൻഡ് ചെയ്തതേ ഇല്ല, അയാളെ അവഗണിച്ചു. ഇതോടെ ഗില്ലിന് ദേഷ്യം വന്നു. ഗില്ല് കയ്യിലുണ്ടായത് ഫുട്ബോൾ എടുത്തിട്ട് എംബാപ്പയ്ക്ക് നേരെ എറിഞ്ഞു. പക്ഷേ എംബാപ്പെ വേറെ എന്തൊക്കെയോ ശ്രദ്ധിച്ചിരുന്നുകൊണ്ട് അത് അത്ര ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അതൊരു വലിയ പ്രശ്നമാകാതെ പോയി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടായി. ഇതിന് ശേഷം പോസ്റ്റ് മാച്ച് പ്രസ് കോൺഫറൻസിൽ ഗില്ല് പറഞ്ഞത്, ഞാൻ സ്വാഭാവികമായിട്ടും എംബാപ്പയെ അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടാണ് കൈ കൊടുക്കാൻ പോയത്, പക്ഷേ എംബാപ്പെ തീർത്തും എന്നെ അവഗണിച്ചു. അതോടെ എനിക്ക് ദേഷ്യം വന്നു, ഞാൻ പന്തെടുത്ത് എറിഞ്ഞു, അത് എംബാപ്പെ ശ്രദ്ധിച്ചില്ല. അതൊക്കെയാണ് ഇത്തരം ഇങ്ങനെയുള്ള ഫിസിക്കലായ കളികൾ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ധാരാളം നടക്കാറുണ്ട്. ചില മത്സരങ്ങളിലൊക്കെ ഇങ്ങനെ നടക്കും. അപ്പോൾ അത്രയും ഞങ്ങളും കരുതിയിട്ടുള്ളൂ എന്നൊക്കെയാണ് ഗില്ലിൻ്റെ ഒരു ന്യായീകരണം. എന്തായാലും കളിക്ക് ചേരാത്ത പലതും അതിൽ നടന്നു എന്നുള്ളത്. പിന്നീട് എംബാപ്പെ ഇതേപോലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, അവർ ഏറ്റവും മോശം ഡർട്ടി ഗെയിമാണ് കളിച്ചത് പരാഗ്വെ. അവർക്ക് ഡർട്ടി ഗെയിം കളിക്കാൻ അറിയാമെങ്കിൽ ഞങ്ങൾക്കും അറിയാം, അത് ഞങ്ങൾ കാണിക്കും, അതാണ് കാണിച്ചത് എന്ന് എംബാപ്പയും പറയുന്നുണ്ട്. എന്തായാലും രണ്ട് ടീമും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൻ്റെ അകത്ത് നിന്നിട്ടുള്ള കളിയല്ല കളിച്ചത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്തായാലും ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായി. വലിയ ഫുട്ബോളിന് അത് അപമാനകരമായിട്ട് ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം അപമാനകരമായ അവസ്ഥയിലേക്ക് ഫുട്ബോൾ, പ്രത്യേകിച്ച് ഒരു ലോകവേദിയിൽ, ലോകകപ്പ് എന്ന് പറഞ്ഞാൽ ഫുട്ബോളിലെ ഏറ്റവും വലിയ പരമപ്രധാനമായ ഒരു ടൂർണമെൻറ്റാണ്. ആ ടൂർണമെൻറ്റിൽ ഇങ്ങനെയൊക്കെ നടന്നു എന്നത് തീർച്ചയായിട്ടും നിർഭാഗ്യകരം തന്നെയാണ്.